ഡിസംബർ 20 ശുക്രന് കാലേക്കളത്തിൻ്റെ 8ാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത്. അപ്പം അവിടുന്ന് 9ാം ഭാവം എന്ന് പറയും. 9ാം ഭാവം അതായത് ധനുരാശിയിലേക്ക് വൃശ്ചികൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത്. വൃശ്ചികൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു. അപ്പോൾ 8ൽ നിന്ന് 9ലോട്ട് മാറുന്നു. പൊതുവെ 8 പറഞ്ഞാൽ അത്ര നല്ലതല്ല. 9 പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിന്, അതുപോലെ ഹയർ സ്റ്റഡീസ്, അതുപോലെ ലോങ് ജേർണി, ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത്, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് അല്ലെന്നൊരു സ്പെക്കുലേറ്റീവ് ഗെയിന്, അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷന്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവെ പാകിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ, അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ്. കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല. അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രനെ കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒടുവിൽ പറഞ്ഞു തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്. ഈ നമ്മുടെ ഈ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ രാശിയുടെ അടിസ്ഥാനത്തിലാണ്, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തില്ല. രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ 100% അക്യുറേറ്റ് ആവുകയില്ല. കാരണം ഓരോരുത്തരും ലഗ്നം മാറി മാറിയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നവർ, നിങ്ങൾക്കത് 100% ഫേവറബിൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ ശുക്രന് ചില ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട്. ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു 10 times ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ്, ആർഭാടമാണ്, വീടാണ്. അങ്ങനെ വീട്, വണ്ടി, വാഹനം, അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രനാണ്. അതുപോലെ ആർഭാടം, ആഡംബരം, അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്ന, നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത്, അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട, അതുപോലെ അഭിനയം, കലാ, സാഹിത്യം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില ഇപ്പോൾ പിജിയനെ അല്ലെങ്കിൽ മയില്, അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശുക്രൻ നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു നിമിഷം മതി, ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും. എങ്ങനെ നമുക്ക് ആ ശുക്രൻ സമ്പത്ത് കൊണ്ട തരുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി. പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പലരുടെയും ജീവിതം മാറി മറിഞ്ഞതും, വലിയ ലോട്ടറി അടിച്ചതും, വലിയ അല്ലെന്നില്ല നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെന്നില്ല പാടാനൊക്കെ ഉള്ള ചില ആൾക്കാർക്ക്. അപ്പോൾ ഒരു എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് ഒരു ലേഡി ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള്, അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെ ജീവിതം മാറി മറിഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം, വണ്ടി, വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടത്. എല്ലാ ആഡംബരം, ഇവിടുത്തെ ഡാൻസ്, ബാറ്, അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള മിങ്കിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. മെയിന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കർമ്മ ഒടുവിൽ പറഞ്ഞുതരാം. അതല്ല, അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പോൾ ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം. പ്രത്യേകിച്ച് 12നും 24നും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ എന്നാൽ ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രൻ പലപ്പോഴും നെഗറ്റീവായിട്ട് വരും. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, നമുക്ക് ഇവൻ ലേഡീസിനായാലും സെക്സ് ഓർഗനുമായിട്ടുള്ള ഡിസീസ്. അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി, അതുപോലെ ഈ പറയുന്ന സിസ്റ്റ്, എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ്, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, നേഴ്സ് ഡിസോർഡർ,
അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനിറ്റൽ ഡിസീസ്, വനേറിയൽ ഡിസീസ്, ഓവേറിയൻ ഡിസീസ്. അപ്പോൾ വനേറിയൽ സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ്, അല്ലെങ്കിൽ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ യൂട്രസിനുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാ കൊണ്ടുതരുന്നതെന്ന് മനസ്സിലാക്കിക്കാണും. അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ 1-ാം ഭാവം 2-ാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വേണമെന്നൊരു അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കുന്ന നല്ല ആർപ്പാടമായിട്ട് നടക്കുക, അല്ലെന്നൊരു അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതായിരിക്കും. അവർക്ക് അനുഭവം, അല്ല അഭിനയം, അല്ലെന്നൊരു കലാ സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതൽ, അണിഞ്ഞൊരുങ്ങി നടക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട്. കന്നി രാശിക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പം കന്നി രാശിയിലെ ഉത്രം, അത്തം, ചിത്തിരയുടെ പകുതി വരും. ഉത്രം, അത്തം, ചിത്തിരയുടെ പകുതി. അപ്പോൾ ഇത്രയുമാണ് ഈ കന്നിരാശി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ 4-ലോട്ടാണ് വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ അതിന് ഒരു ആദായം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ബ്രോക്കറേജ് അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ, റിയൽ എസ്റ്റേറ്റ് അല്ലെ വസ്തു വിൽപ്പന നടത്തി വാഹന വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്ലോട്ട് കച്ചവടം ചെയ്യുക, വീട് കച്ചവടം ചെയ്യുക, അതിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാവുക. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ എഗ്രിമെൻറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഇവരുടെ അമ്മയുടെയൊക്കെ ആരോഗ്യം വളരെ അനുകൂലമായിട്ടിരിക്കും. വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ വണ്ടി വാങ്ങിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട് വെക്കാനുള്ള ആൾക്കാർക്ക് വീട് വെക്കാനുള്ള സാഹചര്യങ്ങൾ, വീട് മൂടി പിടിപ്പിക്കാനുള്ള, വീട് പെയിൻ്റ് അടിക്കുക, അങ്ങനെയൊക്കെ ഇങ്ങനെ അല്ലറ പണിയൊക്കെ ചെയ്യാനുള്ളവർക്കെല്ലാം വളരെ ഫേവറബിളായിട്ടുള്ള ടൈമാണ്. അതുപോലെ ഇവരുടെ വീട് നല്ലതായിട്ടുള്ള, നല്ല സുഖസന്തോഷത്തോടു കൂടി നല്ലൊരു ഫാമിലി ജീവിതം നയിക്കാനും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ ഒരു മിങ്കിൾ ചെയ്ത് നല്ല സ്നേഹബന്ധത്തോട് പോകാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ക്ഷീര കർഷകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ധനലാഭം ഉണ്ടാകാൻ, അങ്ങനെ പൊതുവെ കൃഷി സംബന്ധമായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ഒരു ഇത്. പിന്നെ ഡൊമസ്റ്റിക്കായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീടിനടുത്തുനിന്ന് തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ പഴയ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ആൾക്കാർ വന്ന് കണ്ടുമുട്ടാനൊക്കെ ഉള്ള ഒരു ഇത്. അതുപോലെ ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ് നല്ലൊരു സാഹചര്യങ്ങൾ വരാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഇവർക്കിപ്പോൾ. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് ജോബ് കിട്ടാൻ, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ധനലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. അതുപോലെ ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പം നിലവിലുള്ള, പ്രത്യേകിച്ച് ഈ കന്നിരാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരി ഇപ്പോഴീ ഒരു സമയത്ത് ഇവർക്ക് IELTS അങ്ങനെയുള്ള എക്സാം എഴുതാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫേവറബിൾ ടൈമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതുപോലെ ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു രീതിയിൽ അതിനുള്ള ഒരു എക്സാമിനൊക്കെ നല്ല മാർഗം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ഇവർക്ക് കല്യാണം ഒക്കെ വളരെ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് പുതിയ വിവാഹങ്ങൾ വരാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹത്തോടെ കഴിയാനുള്ള സാഹചര്യങ്ങൾ, പുതിയ കല്യാണ ആലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ, അതേപോലെ ബിസിനസ്സിനകത്ത് ഉയർച്ച, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പുതിയ എഗ്രിമെൻറ്റ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ, പുതിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഇരിക്കുന്ന വീട് പണിക്കുന്നൊക്കെ ആൾക്കാർക്ക് പുതിയ കരാറുകളൊക്കെ കിട്ടാൻ കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള സമയവും. മാത്രമല്ല പാർട്ട്ണർഷിപ്പ് പിന്നകത്ത് ചെറിയ ആ ഒരു രീതി പ്രപ്പോസൽ വരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ ബിസിനസ് തുടങ്ങേണ്ടവർക്ക്, അല്ലെ കൂട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങൾ, പുതിയ കാര്യങ്ങൾ, പല കാര്യങ്ങളും പങ്കെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ളൊരു ഫേവറബിൾ ടൈമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ട്രാവൽ ചെയ്യാൻ, ജോലിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോകാനുള്ളതും, അങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊടുന്നിടം പൊന്നാക്കുന്ന മാതിരിയുള്ള ഒരു
സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ പല രാശിക്കാർക്കും നിലവിലുള്ളത്. അപ്പം എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യവും സമ്പത്തും സൽകൃത്യവും ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഈ ശുക്രൻ്റെ ആ ഒരു മാറ്റത്തിൽ കൂടെ ഈ ഒരു രാശിക്കാർക്ക് ഉണ്ടായേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി, ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം. ശുക്രനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വെണ്ണ അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അന്ധർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് ദാനം ചെയ്യുക, അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ 12-നും 24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക. മേക്കപ്പ് സെറ്റ് അല്ല, നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻ തുണിത്തരങ്ങളാണ്, ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺമഷി, ആ മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് 12-24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക. അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക. പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക, അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും. വേണ്ടി വന്ന എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ കാല് ഞെക്കി പാദസേവ എന്ന് പറഞ്ഞത്, ലേഡീസിൻ്റെ പാദസേവ, വൈഫിൻ്റെ പാദസേവ ചെയ്തതിന് കാല് ഞെക്കി കൊടുക്കുക. അങ്ങനെ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഓം ദുർഗായ നമ ദുർഗയുടെ മന്ത്രമുണ്ട്, അത് ദുർഗയുടെ ഇത് നല്ല ഇതാണ്. അതുപോലെ ശകല തൈരിട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ്. അതുപോലെ പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന, പശുവിനല്ല പഴം കൊടുക്കുക. പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക. പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള. പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത്. കൽക്കണ്ടം പ്രത്യേകിച്ച് അന്ധർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ, ഇവിടെ ജാതി മതം വിഷയമല്ല, നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളത്. അതുപോലെ ലഡ്ഡു, മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കലർത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക, അതും ശുക്രനെ പോസിറ്റീവ് ആക്കാനാണ്. പിന്നെ ഏറ്റവും നല്ല വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക. പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാർട്ടിനകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഓരോരുത്തരുടെ. കാരണം നമ്മൾ ബൃഹനാടി, നക്ഷത്രാടി, KP അസ്ട്രോളജി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പഞ്ചപക്ഷി, പല കാര്യങ്ങളുണ്ട്, ന്യൂമറോളജി, മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.